ഏട്ടോ നമ്മുടെ പാലക്കാട് 2-ാം മൈലില് സെലിബറിന്റെ ചായക്കട പറഞ്ഞ ബീഫിനും പഴംപൊരിക്കും ഫേമസ് ആണ്. എന്തായാലും നോക്കട്ടെ പറഞ്ഞ അന്ന് അടുക്കളി കയറി നോക്കുമ്പോണ്ട് ബീഫും അതിന്റെ ഗ്രേവി ഇങ്ങനെ തിളച്ച് മറിയണു. അത് കഴിഞ്ഞ് അങ്ങോട്ട് നോക്കുമ്പോൾ അങ്ങനെ ചൂട് പൊറോട്ട വീശി അടിച്ച് പൊളിക്കണു. അങ്ങനെ പൊറോട്ടയൊക്കെ മലത്തി അടിച്ച് തമർത്തി കൊണ്ടിരുന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുമ്പോണ്ട് ഉച്ചക്കലിക്കുള്ള മീനൊക്കെ മസാലയൊക്കെ ഇട്ടങ്ങണ്ട് എണ്ണയിലിട്ടിട്ടങ്ങണ്ട് അങ്ങോട്ട് പൊരിച്ചങ്ങോട്ട് എടുക്കണു. അതിന്റെ മണൊരു വേറെ തന്നെ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുമ്പോണ്ട് ഈ മില്ലിൽ നിന്ന് വാങ്ങിയിട്ട് ഡയറക്റ്റ് പൊടിയൊക്കെ പൊടിച്ച് മുളകും മല്ലിപ്പൊടിയൊക്കെ. അത് കഴിഞ്ഞ് എന്തായാലും സെലിവട്ട 2 പൊറോട്ടയും ഒരു ബീഫ് അടിക്കുകയും പറഞ്ഞു. സെലിവട്ടൻ അങ്ങനെ ബീഫും പൊറോട്ടയും കൊണ്ടുപോകും. ഞാൻ ആ ഗ്രേവിയൊക്കെ അതിൽ മേലെ കൂടെ ഒഴിച്ച് ആ ബീഫിൽ നിന്ന് ഒരു പീസ് എടുത്ത് ഇങ്ങനെ കഴിച്ചു. ഒന്നും പറയാനില്ല ഏട്ടാ, ഇതാണ് മലയാളികളുടെ വികാരം എന്ന് പറയണത്. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അടിപൊളി അടാറ് ചായ, ചാൻസേ ഇല്ല. പ്ലേറ്റ് മൊത്തം കാലിയാക്കി. എന്താ സെലിവേട്ടാനെ കൊണ്ട് സംസാരിക്കണം പറഞ്ഞ് സെലിവേട്ടൻ 2 വാക്ക് പറയും സെലിവേട്ട. കാലത്ത് ബീഫ് 8 മണിക്ക് ആവുള്ളൂ, ഞായറാഴ്ച 12 മണി വരെ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള ദിവസമൊക്കെ 3 മണി വരെ ഉണ്ടാവും. അച്ഛൻ്റെ കാലം മുതൽ കടയുന്നു. അപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് 50 വർഷം. അടിപൊളി പറഞ്ഞ 1.5 അടിപൊളി.